ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 4th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ഇന്ത്യൻ ഹിസ്റ്ററി. ഈ ഒരു പേപ്പറിൽ 4 മൊഡ്യൂളുകളാണുള്ളത്. ഫസ്റ്റത്തെ മൊഡ്യൂളിൽ വരുന്നത് ഇൻ്റർപ്രറ്റിംഗ് ഏർലി മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, അതായത് മധ്യകാല ഇന്ത്യൻ ചരിത്രത്തിൻ്റെ വ്യാഖ്യാനം എന്നുള്ളൊരു ഭാഗം. ദെൻ ഡൽഹി സൽത്തനറ്റ്, വിജയനഗര എംപയർ ആൻഡ് ബാമിനി കിങ്ഡം. പിന്നീട് വരുന്നത് ഫോർമേഷൻ ഓഫ് മുഗൾ എംപയറിൻ്റെ ഫോർമേഷൻ, രൂപീകരണം, റിലീജിയസ് ഐഡിയാസ് ആൻഡ് ഭക്തി ട്രഡീഷൻ. ഇങ്ങനെ 4 മൊഡ്യൂളാണ് വരുന്നത്. ആദ്യത്തെ മൊഡ്യൂൾ നോക്കാം. മൊഡ്യൂളിൻ്റെ പേര് ഇൻ്റർപ്രറ്റിംഗ് ഏർലി മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, അതായത് മധ്യകാല ഇന്ത്യൻ ചരിത്രത്തിൻ്റെ വ്യാഖ്യാനം എന്നുള്ളതാണ്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എന്താണ് പറയുന്നത്? ദ ഏർലി മിഡീവൽ പീരീഡ് സ്പാനിങ് ഫ്രം 600 CE to 1300 CE is to be situated between the early historical and medieval. മധ്യകാലഘട്ടത്തിൻ്റെ ആദ്യകാലം എന്നറിയപ്പെടുന്നത് CE 600 മുതൽ 1300 വരെയുള്ള കാലഘട്ടമാണ്. അതായത് ആദ്യകാല ചരിത്രത്തിനും മധ്യകാലത്തിനും ഇടയിലുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ മധ്യകാലഘട്ടത്തിൻ്റെ തുടക്ക കാലഘട്ടം, CE 600 മുതൽ 1300 വരെയുള്ള കാലഘട്ടം. Historians are unanimous on fact that this phase in history had a distinct identity and as such differed from the preceding early historical and succeeding medieval. അപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിലെ ഈ ഘട്ടത്തിന് ഒരു വ്യതിരിക്തമായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടെന്നും മുൻകാല ചരിത്രപരവും തുടർന്നുള്ളതുമായ മധ്യകാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായത്തിൽ എല്ലാ ചരിത്രകാരന്മാരും ഒരേ രീതിയിൽ അതിനോട് യോജിക്കുന്നുണ്ട്. അതായത് ഇന്ത്യൻ ചരിത്രത്തിലെ ഈ ഒരു കാലഘട്ടത്തിന് വ്യതിരിക്തമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി, സ്വന്തമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടെന്നും ഒരു യുണീക്ക് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ടെന്നും മുൻകാല ചരിത്രപരവും തുടർന്നുള്ളതുമായ മധ്യകാലഘട്ടത്തിൽ നിന്ന് ഈ ഒരു കാലഘട്ടം വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായത്തിൽ ചരിത്രകാരന്മാർ യോജിക്കുന്നുണ്ട്. This is turn brings home the presence of the elements of change and continuity in Indian history. ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ മാറ്റത്തിൻ്റെയും തുടർച്ചയുടെയും ഘടകങ്ങളുടെ സാന്നിധ്യം കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഫേസ് ഇൻ ദ ട്രാൻസിഷൻ ടു ദ മെഡീവൽ. പെർസെപ്ഷൻ ഓഫ് യൂണിലീനിയർ ആൻഡ് യൂണിഫോം പാറ്റേൺ ഓഫ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഈസ് ചാലഞ്ച്. അപ്പോൾ മധ്യകാലഘട്ടത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ഒരു ഘട്ടമായാണ് ഈ ഒരു കാലഘട്ടം അറിയപ്പെടുന്നത്. ചരിത്രപരമായ വികാസത്തിൻ്റെ ഏകീകൃതമായിട്ടുള്ള ഒരു രൂപത്തെ, അതുവരെ ഉണ്ടായിരുന്ന ചരിത്രപരമായിട്ടുള്ള മാറ്റങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്. ചേഞ്ചസ് ആർ ഐഡൻറ്റിഫൈഡ് നോട്ട് മിയർലി ഇൻ ഡൈനാസ്റ്റിക് upheavals but are also located in socio-economic, political and cultural conditions. മാറ്റങ്ങൾ തിരിച്ചറിയുന്നത് രാജവംശത്തിൻ്റെ കുതിച്ചുചാട്ടങ്ങളിൽ മാത്രമല്ല, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക സാഹചര്യങ്ങളിലും ഈ ഒരു മാറ്റങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. One of the richest historical debates, that is the feudalism debate, revolves around this period. മികവുറ്റതായിട്ടുള്ള ചരിത്ര സംവാദങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, അതായത് ഫ്യൂഡലിസവുമായി ബന്ധപ്പെട്ടുള്ള സംവാദം നിലനിൽക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇറ്റ് ഈസ് ഡബ്ഡ് ബൈ BD ചടോപാധ്യായ ആസ് എ പീരീഡ് വിച്ച് ലോങ് റിമെയിൻ എ മച്ച് മാലിങ്ഡ് പീരീഡ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. BD ചടോപാധ്യായയുടെ അഭിപ്രായത്തിൽ ഏറെ ദുഷിച്ച കാലഘട്ടമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്. ദിസ് പീരീഡ് ഈസ് സീൻ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി ആസ് എ ബ്രേക്ക് ഡൗൺ ഓഫ് ദ സിവിലൈസേഷണൽ മാട്രിക്സ് ഓഫ് ഏർലി ഹിസ്റ്റോറിക് ഇന്ത്യ. ഈ കാലഘട്ടം ആദ്യകാല ചരിത്രപരമായ ഇന്ത്യയുടെ നാഗരിക മാട്രിക്സിൻ്റെ തകർച്ചയായിട്ടാണ് മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ ഈ ഒരു കാലഘട്ടത്തെ കാണുന്നത്. Breakdown is envisaged in terms of social crisis. Another issue that so much disagreement among historians relate to the nature of the polity in the period. ഈ ഒരു തകർച്ചയെ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചരിത്രകാരന്മാർക്കിടയിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ട മറ്റൊരു വിഷയം ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരുന്നു. Another issue that saw which disagreement among the historians relate to the nature of polity in that period. അതായത് ചരിത്രകാരന്മാർക്കിടയിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ട മറ്റൊരു വിഷയം എന്തായിരുന്നു? ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. Different genres of historians agree that
there was a shift in nature of polity of the 600 CE phase from that of pre-600 CE phase, but the causative factors responsible for this changing scenario are not unanimously identified. 600 സിഇക്ക് ശേഷമുള്ള രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവത്തിൽ അതിൽ നിന്ന് ഒരു മാറ്റമുണ്ടായതായി ചരിത്രകാരന്മാരുടെ വ്യത്യസ്ത വിഭാഗങ്ങൾ സമ്മതിക്കുന്നുണ്ട്. 600 സിഇക്ക് മുമ്പുള്ള ഘട്ടം, ആ കാലഘട്ടത്തിലെ ഘടകങ്ങൾ ഈ ഒരു മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ ഏകകണ്ഠമായി അറിയാൻ പറ്റുന്നതായിരുന്നില്ല. അതായത് 600 സിഇക്കും 1300 സിഇക്കും ഇടയിലുള്ള ഈ ഒരു കാലഘട്ടം ഒരു യുണീക്ക് ഐഡന്റിറ്റി ഉള്ള ഒരു കാലഘട്ടമായിരുന്നു എന്ന് പറയുന്നു. Marxist scholars like R.S. Sharma, B.N.S. Yadav and likes view early medieval polity as one of the decentralization and disintegration in sharp contrast to early historical polity which encouraged forces of centripetality. മാർക്സിസ്റ്റ് പണ്ഡിതന്മാരായിട്ടുള്ള R.S. ശർമ്മ, B.N.S. യാദവ് എന്നിവർ ആദ്യകാല മധ്യകാല രാഷ്ട്രീയത്തെ വികേന്ദ്രീകരണത്തിൻ്റെയും ശിഥിലീകരണത്തിൻ്റെയും ഒന്നായിട്ട് വീക്ഷിക്കുന്നുണ്ട്. അത് കേന്ദ്രീകൃത ശക്തികളെ പ്രോത്സാഹിപ്പിച്ച ആദ്യകാല ചരിത്ര രാഷ്ട്രീയത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണെന്ന് അവർ പറയുന്നുണ്ട്. According to his historiography, decentralization and disintegration is to be posited against the background of the emergence and crystallization of Indian feudalism. ഈ ചരിത്രരചന അനുസരിച്ച് വികേന്ദ്രീകരണവും ശിഥിലീകരണവും ഇന്ത്യൻ ഫ്യൂഡലിസത്തിന്റെ ആവിർഭാവത്തിന്റെയും ക്രിസ്റ്റലൈസേഷന്റെയും പശ്ചാത്തലത്തിലാണ് വളർന്നു വന്നിട്ടുള്ളത്. B.D. ചടോപാധ്യായ does not however see the making of early medieval India in terms of the crisis of a pre-existent pan-India social order. B.D. ചടോപാധ്യായ ആദ്യകാല മധ്യകാല ഇന്ത്യ രൂപീകരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന സമ്പൂർണ്ണ ഇന്ത്യൻ സാമൂഹിക ക്രമത്തിന്റെ പ്രതിസന്ധിയുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു കാലഘട്ടത്തെ കാണുന്നില്ല. He is not in favor of perceiving early medieval phase only in terms of feudal formation. ഫ്യൂഡൽ രൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മധ്യകാലഘട്ടത്തിന്റെ ആദ്യഘട്ടത്തെ ഗ്രഹിക്കുന്നതിനെ അദ്ദേഹം അനുകൂലിച്ചിരുന്നില്ല. അതായത് സമ്പൂർണ്ണ ഇന്ത്യൻ സാമൂഹിക ക്രമത്തിന്റെ ഒരു പ്രതിസന്ധിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ആ ഒരു കാലഘട്ടത്തെ വിലയിരുത്തുന്നില്ല. On the other hand, he identifies three major processes which are operative throughout Indian history, viz. The expansion of state society through the process of local state formation, centralization of tribe and caste formation, cult appropriation and integration. മറുവശത്ത് ഇന്ത്യ ചരിത്രത്തിലുടനീളം പ്രവർത്തിക്കുന്ന 3 പ്രധാന പ്രക്രിയകൾ അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. അതായത് പ്രാദേശിക സംസ്ഥാന രൂപീകരണ പ്രക്രിയയിലൂടെ സംസ്ഥാന സമൂഹത്തിൻ്റെ വികാസം എന്നുള്ളത്, ദെൻ ഗോത്രത്തിൻ്റെയും ജാതിയുടെയും കർഷകവൽക്കരണം, മറ്റത് വരുന്നത് ആരാധനാ വിനിയോഗവും ഏകീകരണവും എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമുക്ക് പറയാനുള്ളത്. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് CE 1600-നും 1300-നും ഇടയിലുള്ള കാലഘട്ടമാണ് ഏത് മധ്യകാലഘട്ടം എന്ന് പറഞ്ഞാൽ മധ്യകാലഘട്ടത്തിനും അതുപോലെ തന്നെ ആദ്യകാലഘട്ടത്തിൻ്റെ അവസാനത്തിന് ഇടയിലുള്ള ഒരു കാലഘട്ടം. അതായത് ഒരു പ്രത്യേക സ്വന്തമായിട്ടുള്ള ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി ഉള്ള ഒരു കാലഘട്ടമായിരുന്നു എന്ന് ചരിത്രകാരന്മാരെ ഒന്നിച്ച് അതിനെ യുണീക്ക് ഐഡൻറ്റിറ്റി ഉള്ള ഒരു കാലഘട്ടമായിരുന്നു ഇതെന്ന് എല്ലാ ചരിത്രകാരന്മാരും ഒരുപോലെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതായത് ഇന്ത്യൻ ചരിത്രത്തിലെ മാറ്റത്തിൻ്റെയും തുടർച്ചയുടെയും ഒക്കെ കാലഘട്ടമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ മധ്യകാലഘട്ടത്തിലേക്കുള്ള ഒരു പരിവർത്തനത്തിൻ്റെ ഘട്ടമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ചരിത്രപരമായ വികാസത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ഈ ഒരു മാറ്റം കാണാൻ പറ്റിയത് എന്തിൽ മാത്രമല്ല, നമ്മുടെ രാജവംശത്തിൻ്റെ കുതിച്ചാട്ടൽ മാത്രമല്ല, എന്തിലൊക്കെ കാണാൻ പറ്റി, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക സാഹചര്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റി. ഈ ഒരു കാലഘട്ടം ഫ്യൂഡലിസം ഇന്ത്യയിൽ വളർന്നു വന്ന കാലഘട്ടമായിരുന്നു, ഇന്ത്യൻ ഫ്യൂഡലിസത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ഏറെ ഒരു ദുഷിച്ച കാലഘട്ടമായിരുന്നു എന്ന് ആര് പറയുന്നുണ്ട്? B.D. ചടോപാധ്യായ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യകാല ചരിത്രപരമായ ഇന്ത്യയുടെ നാഗരിക മാട്രിക്സിൻ്റെ തകർച്ചയായിട്ടാണ് മാർക്സിസ്റ്റ് ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സാമൂഹിക പ്രതിസന്ധികളുടെ അടിസ്ഥാനത്തിലാണ്
ഈ തകർച്ചയൊക്കെ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചരിത്രകാരന്മാർക്കിടയിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ട മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അതായത് സിക്ക് മുമ്പുള്ള കാലഘട്ടത്തിലെ മാറ്റങ്ങൾക്ക് കാരണമായ ഘടകങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാർക്സിസ്റ്റ് സ്കോളേഴ്സ് ആയിട്ടുള്ള RS ശർമ്മയും BNS യാദവും ഒക്കെ അഭിപ്രായപ്പെടുന്നത് രാഷ്ട്രീയത്തെ മധ്യകാല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വികേന്ദ്രീകരണത്തിൻ്റെയും ശിഥിലീകരണത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. ആ ഒരു വികേന്ദ്രീകരണത്തിൻ്റെയും ശിഥിലീകരണത്തിൻ്റെയും രാഷ്ട്രീയമായിരുന്നു ഉണ്ടായിരുന്നത്. അത് കേന്ദ്രീകൃത ശക്തികളെ പ്രോത്സാഹിപ്പിച്ച ആദ്യകാല ചരിത്ര രാഷ്ട്രീയത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായതായിരുന്നു. അപ്പോൾ ഈ ഒരു ചരിത്രരചന അനുസരിച്ച് വികേന്ദ്രീകരണവും ശിഥിലീകരണവും ഇന്ത്യൻ ഫ്യൂഡലിസത്തിൻ്റെ ആവിർഭാവത്തിൻ്റെയും ക്രിസ്റ്റലൈസേഷത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് നടന്നിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ BD ചടോപാധ്യായ പറയുന്നത് മധ്യകാല ഇന്ത്യ രൂപീകരിക്കുന്നതിന് മുമ്പുണ്ടായിട്ടുള്ള സമ്പൂർണ്ണ ഇന്ത്യൻ സാമൂഹിക ക്രമത്തിൻ്റെ പ്രതിസന്ധിയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തെ കണ്ടിരുന്നത്. ഫ്യൂഡൽ രൂപീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മധ്യകാലഘട്ടത്തിൻ്റെ ആദ്യഘട്ടത്തെ അദ്ദേഹം ഗ്രഹിച്ചിരുന്നില്ല. മറുവശത്ത് എന്താ ചെയ്തത്? ഇന്ത്യൻ ചരിത്രത്തിലുടനീളം പ്രവർത്തിക്കുന്ന 3 പ്രധാന പ്രക്രിയകൾ അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. ഏതൊക്കെയാണ്? പ്രാദേശിക സംസ്ഥാന രൂപീകരണ പ്രക്രിയയിലൂടെ സംസ്ഥാന സമൂഹത്തിൻ്റെ വികാസം, ദെൻ ഗോത്രത്തിൻ്റെയും ജാതിയുടെയും കർഷകവൽക്കരണം, പിന്നെ വരുന്നത് ആരാധനാ വിനിയോഗവും ഏകീകരണം, അതായത് കൾട്ട് അപ്രോപ്രിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്യൂഡലിസം ഡിബേറ്റിനെ കുറിച്ചാണ്. നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.